ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് വടുകപ്പുളി നാരങ്ങ കൊണ്ടുള്ളൊരു അച്ചാറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ. ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പത്തിലുള്ള വടുകപ്പുളി നാരങ്ങയുടെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അച്ചാറിലേക്കുള്ള ഉലുവയും കായവും ഒന്ന് ചൂടാക്കി പൊടിക്കാനുണ്ട്. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നമുക്ക് പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കായം എണ്ണയിലാണ് ചൂടാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഉലുവ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി കായം ചൂടാക്കിയെടുക്കാനുണ്ട്. അതിനായിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ നമുക്കൊരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുക്കാം. വടുകപ്പുളി അച്ചാറിൽ കൂടുതൽ കായം ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കായാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായാൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഉലുവയും കായവും ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി അച്ചാറിലേക്കുള്ള മുളക് പൊടിയെല്ലാം ചൂടാക്കിയെടുക്കാനുണ്ട്. അതിനായിട്ടൊരു പാനിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 6 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം മുളക് പൊടി ചൂടാക്കിയെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ മുളക് പൊടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഇതൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് പൊടിച്ചു വെച്ച ഉലുവയും കായവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇത് തണുത്തതിന് ശേഷമാണ് അരിഞ്ഞു വെച്ച വടുകപ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ വടുകപ്പുളി കൊണ്ടുള്ള അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. നല്ലെണ്ണയിലാണ് അച്ചാർ വറുത്തെടുക്കേണ്ടത്. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടുകപ്പുളി നാരങ്ങ കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.